സന്തോഷമാണ്. എന്താണ് നിങ്ങളുടെ ഫസ്റ്റ് റെസ്പോൺസ്? എന്താണ് ഫസ്റ്റ് റെസ്പോൺസ്? എങ്ങനെയെങ്കിലും അർജുനെ ഒന്ന് കണ്ടാൽ മതിയെന്നേ ഉള്ളൂ. അവൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഫസ്റ്റ് റണ്ണറപ്പ് ആണെങ്കിലും നമുക്കൊക്കെ അർജുൻ വിൻ ചെയ്ത കപ്പോട് കൂടി തന്നെയാണ്. ഫസ്റ്റ് റണ്ണറപ്പിന് ഉപരി ജിത്തു ജോസഫിനെ ഫിലിമിൽ അവസരം അർജുന്റെ ലക്ഷ്യം അത് തന്നെയായിരുന്നു. എത്രത്തോളം അർജുനെ വിജയിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അർജുൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് അവൻ 5 വർഷം കൊണ്ട് അവൻ സ്വപ്നം കാണുന്നൊരു ഫീൽഡായിരുന്നു, പ്ലാറ്റ്ഫോമായിരുന്നു. അവൻ എങ്ങനെയെങ്കിലും ലാലേട്ടനെ ഒന്ന് കാണുക, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുക എന്നുള്ള അവൻ്റെ ആദ്യത്തെ ഒരു ഡ്രീമായിരുന്നു. പിന്നെ അതിൽ നിന്ന് അവൻ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു ഫിലിമിൽ, നല്ലൊരു ഫിലിമിൽ നല്ലൊരു കഥയിൽ കയറി പറ്റണം, അതായിരുന്നു പുള്ളിയുടെ ഡ്രീം. പിന്നെ കപ്പ് എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നില്ല, ഇത് അവന് കിട്ടിയ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം തന്നെ. പക്ഷേ അർജുൻ കപ്പിന് പകരം കുറേ പ്രേക്ഷകരുടെ ഒരു അതെ അതെ, ജനങ്ങൾ കൊടുത്ത ഏറ്റവും വലിയ അവാർഡാണ് ഞങ്ങൾക്ക് ഹാപ്പി. കപ്പിലുപരി ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത അവാർഡ് ഭയങ്കര ഒരു ഹാപ്പി ഞങ്ങളെല്ലാവരും. പിന്നെ അതുപോലെ ഈ ബിഗ് ബോസിനുള്ളിൽ അർജുൻ ചെയ്തു ആ ഒരു കോംബോ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിരുന്നു വെളിയിൽ. അവരറിയാതെ തന്നെ അവരറിഞ്ഞിട്ടുണ്ടോ? വെളിയിലിറങ്ങിയതിനു ശേഷം എനിക്ക് അറിഞ്ഞത് ഒരു പക്ഷേ കോംബോ ഇത്രയ്ക്ക് വൈറലായിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് ശ്രീതു അർജുൻ. പിന്നെ ഒരു ഗെയിമിന്റെ ഭാഗമായതുകൊണ്ട് അവിടെ ഒരാൾക്ക് മറ്റൊരാളില്ലാണ്ട് പറ്റില്ല. ദാറ്റ് മീൻസ് ഒരു ഷോൾഡർ ഇല്ലാണ്ട് പറ്റത്തില്ല. ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ അവർക്ക് ഫൈറ്റ് ഉണ്ടാവും, ഗെയിംസ് ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലെപ്പോലും ഒരു ഷോൾഡർ ടു ഷോൾഡർ ഇല്ലാണ്ട് പറ്റില്ല. അതിലിപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവിടെ ആര് തന്നെയാണെങ്കിലും. പിന്നെ അർജുൻ്റെ കൂടെ ശ്രീതു മാത്രമല്ല സിജോ ഒക്കെ ഒരു നല്ലൊരു കോംബോ ആയിരുന്നു. പക്ഷേ അത് ഇപ്പം ശ്രീതു അവർ ആൺകുട്ടി പെൺകുട്ടി ആയിട്ട് വെളിയിലൊരു ലവ് കോംബോ സൃഷ്ടിച്ചതാണ്. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തിട്ടാണ്, നമുക്കറിയാവുന്നത്രോളം പുറത്തുള്ള ആർക്കും അറിയത്തില്ല. പിന്നെ കുറേ പേരുടെ ആഗ്രഹങ്ങളായിരുന്നു അത്. പേർലി ശ്രീനേഷിനെ പോലെ പുറത്തോട്ട് അവർ വരുമ്പോൾ അങ്ങനെ ആവണമെന്ന് കുറേ ആഗ്രഹങ്ങളായിരുന്നു. ആഗ്രഹം മാത്രം നടന്നിട്ടുള്ളൂ. എനിക്ക് എൻ്റെ ബ്രദറിനെ എനിക്കറിയാലോ. ഇല്ല, അവര് ശരിക്കും ശ്രീതു അർജുനും കിടന്നുറങ്ങുന്ന മീൻസ് അവരെല്ലാവരും രാത്രി കിടന്നുറങ്ങിയിട്ടാണ് ഞാൻ ലൈവ് ഫുൾ ഓഫ് ആക്കിയിട്ട് ഞാൻ കിടക്കുന്നത്. അപ്പോൾ ഒരു വേർഡ് പോലും അർജുൻ്റെ ഭാഗത്തുനിന്നോ ശ്രീതുവിൻ്റെ ഭാഗത്തുനിന്നോ അങ്ങനത്തെ ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു ക്ലൂസോ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ പുറത്തെ ഫാൻസിൻ്റെ ആഗ്രഹമാണ് അവർ പ്രകടിപ്പിച്ചത്. അല്ലാതെ അവർ നല്ല ഫ്രണ്ട്സാണ്. ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ അവിടെ കയറിയപ്പോഴും ഞാൻ ശ്രീതുവിനെ കണ്ടിരുന്നു, മിണ്ടിയിരുന്നു. നമുക്ക് നല്ല പോസിറ്റിവിറ്റിയാണ് തോന്നിയത്. ശരിക്കും എനിക്ക് ശ്രീതുവിനോട് റെസ്പെക്റ്റ് ആണ്. കാരണം എൻ്റെ ഒരു ഭാഗം അവൾ അവിടെ കൊടുത്തു എന്ന് എനിക്ക് തോന്നി. ദാറ്റ് മീൻസ് ഒരു ഷെയറിങ്. ഈ സീസൺ 6 ഒരു നല്ലൊരു ക്യാരക്ടർ ഉടമയെന്ന് പറയാം. അതായത് മൊത്തം കണ്ടസ്റ്റൻസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ടോട്ടലി നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇങ്ങനെയാണ് പൊതുവെ കമന്റ്സ് ഒക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, അർജുനെ സംബന്ധിച്ച് അവനൊരു പേഴ്സണാലിറ്റി അല്ല, അവനൊരു ക്യാരക്ടർ വൈസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ബിഗ് ബോസിലോട്ട് കയറുന്നതിന് മുന്നേ നമ്മൾ തമ്മിലൊരു ഡിസ്കഷനിൽ അവൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അർജുൻ്റെ ഏജിൽ ഉള്ള കുട്ടികൾക്കും അതുപോലെ പുറത്തുള്ള എല്ലാവർക്കും എന്താണ് ആ ഏജിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ്, ഒരു മോട്ടിവേഷൻ, അതായിരിക്കും ഞാൻ കൊടുക്കാൻ പോകുന്നത് എന്നോട് പറഞ്ഞത്. അത് തന്നെയാണ് അവൻ കൊടുത്തത്. പിന്നെ നമുക്കിതിൽ വലിയ അത്ഭുതം തോന്നുന്നില്ല. കാരണം അവൻ വീട്ടിലും നാട്ടിലും കോളേജിലാണെങ്കിലും അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ എങ്ങനെയാണോ അതേ രീതി തന്നെയാണ് അവിടെ നിന്നത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഞങ്ങൾക്ക് പ്രൗഡാണ്. അതുപോലെ പ്രേക്ഷകർ വിഷമുണ്ടാക്കിയ സംഭവമാണ് സീതുവിൻ്റെ അമ്മ കയറി സംസാരിച്ച ഒരു സംഭവം. അതുപോലെ നിങ്ങൾ കയറിയപ്പോഴത്തേന് സീതുവിനെ നിങ്ങൾ ചേർത്ത് പിടിക്കുകയും അവരോട് നല്ല രീതിയിൽ ഇടപെടുകയും ചെയ്തു. അത് ശരിക്കും എങ്ങനെയാണ് നോക്കുന്നത്? അത് ശരിക്കും ഞാൻ പറയാം, ശ്രീതുവിൻ്റെ അമ്മ ശ്രീതുവിനോടുള്ള കെയറിങ്, ഒരു അമ്മ മകൾക്ക് കൊടുക്കുന്ന കെയറിങ് ആണ് അവിടെ ചെയ്തത്. ഒരിക്കലും തെറ്റ് പറയാൻ പറ്റത്തില്ല. നല്ലൊരു കെയറിങ്, അത്രേ ഉള്ളൂ. അപ്പം അച്ഛനാണ് പറയാനുള്ളത്? എനിക്ക് അവൻ ഇത്രയും ദിവസം നിന്ന് വന്നതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാനിത് കണ്ടാൽ മതി. അതെങ്ങനെയുണ്ട്? അർജുൻ വീട്ടിലുള്ള പോലെയാണോ? തീർച്ചയായിട്ടും വീട്ടിൽ അതുപോലെ തന്നെ, അതിനൊരു മാറ്റമില്ല. അവൻ എന്നും മുമ്പോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. ജിത്തു ജോസഫിന്റെ ഫിലിമിൽ അവസരം ലഭിച്ചിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. അക്കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് ആ അവസരത്തെ കുറിച്ച്? എനിക്ക് അവസരത്തെക്കുറിച്ച് ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. അതിലൂടെ ഒരു മോഡലിംഗ് ചെയ്ത് നടന്ന കുട്ടിയാണ്. അപ്പം കൂടുതൽ ആക്ടിങ്ങിലേക്കാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അതിലേക്കൊരു എൻട്രി കിട്ടാനാണ് ബിഗ് ബോസ് പ്ലാറ്റ്ഫോം കിട്ടിയത്. ഒരുപാട് ഇൻ്റർവ്യൂവും എല്ലാം ഒരുപാട് എഫേർട്ട് എടുത്താണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിയപ്പം ഒരുപാട്, അതായത് ജിത്തു സാർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയൊരു എന്താ പറയുന്നത്, അത്രയും വലിയൊരാളുടെ കയ്യിൽ ഒരു പടം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് കണ്ടേക്കുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ്. തീർച്ചയായിട്ടും കപ്പിലുപരി ഇതാണ് ഏറ്റവും വലിയൊരു ഗോൾഡൻ കപ്പ്. പിന്നെ ഈ എന്താ പറയണ്ട, ഈ ജനങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ കൊണ്ടെത്തിച്ചതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇത്രയും ഒരു PR വർക്ക് കൊടുക്കും ഇല്ലാതെ അർജുൻ
ജെന്യൂനായിട്ട് തന്നെ നിന്ന് ഇവിടെ വരെ എത്തിയെങ്കിൽ അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കൊണ്ട് മാത്രം അർജുനോട് എത്തിയിരിക്കുന്നത്. പ്രേക്ഷകരോട് പറയാനുള്ളത്, പ്രേക്ഷകരോട് ഒരുപാട് നന്ദിയാണ് പറയുന്നത്. ഒരുപാട് നന്ദി, താങ്ക്സ്. ഇവിടെ വരെ എത്തിച്ച് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് അവിടെ വരെ എത്തിയത്. എല്ലാവർക്കും വളരെയധികം നന്ദി ഉണ്ടാക്കാൻ. താങ്ക് യു. താങ്ക് യു.